നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6 കാണാതായ 2 പേർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിന് തടസ്സമാണ്. അതേസമയം തുരങ്കപാത ദുരന്തത്തിൽ അന്വേഷണ സമിതിയെ ഇന്ന് പ്രഖ്യാപിക്കും. ദുരന്തസ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ദുരന്ത സാധ്യത തിരിച്ചറിഞ്ഞ് വേണ്ട മുൻകരുതൽ എടുത്തില്ലെന്ന് ആരോപിച്ചു. ശക്തമായ മഴയുണ്ടാകും എന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല എന്നതാണ് വസ്തുത. ഇത് ഗൗരവപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇല്ലാതായത്? ഇത്തരത്തിലൊരു അതിതീവ്ര മഴ ഉണ്ടായിട്ടും അപകട മുന്നറിയിപ്പുകൾ നൽകിയില്ല എന്നത് അതിലും അലംഭാവം ഉണ്ടായിട്ടുണ്ട്. സാധാരണ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മാനദണ്ഡപ്രകാരം 244.4 മില്ലിമീറ്ററിന് മുകളിലുള്ളത് അതിതീവ്ര മഴയാണ്. ഇവിടെ പുറത്തിറക്കിയ മഴ മുന്നറിയിപ്പിൽ യെല്ലോ അലർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും തീവ്രമായ മഴ പെയ്തിട്ടും വേണ്ട മുൻകരുതലുകൾ കൈക്കൊള്ളാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. ഈ ദുരന്തം നടന്നതിന് ശേഷം സർക്കാരും ബന്ധപ്പെട്ടവരുമെല്ലാം രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ കൂട്ടിയിട്ട മണ്ണിൻ്റെ വലിയൊരു ഭാഗം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഭാഗത്തുകൂടെ ഈ വെള്ളം വന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഉള്ളത്. പിന്നെ കൂട്ടിയിട്ട മണ്ണിൻ്റെ ഒരു ഭാഗത്തുകൂടെയാണ് വെള്ളം വരുന്നത്, മേലെ നിന്നുള്ള ഒഴുക്ക് വരുന്നത്. മറ്റേ ഭാഗത്തുകൂടി വന്നിരുന്നെങ്കിൽ എന്തായാലും സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. CV അനുമോദും ജയരാജ് ബത്തേരിയും ചേരുന്നുണ്ട്. ആദ്യം CV അനുമോദിലേക്ക്. അനുമോദ, ഇതിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് നേരത്തെ തന്നെ അതിന്റെ സർക്കാരടക്കം നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും അക്കാര്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവും ആവർത്തിക്കുന്നത്, അല്ലേ? നവമി, ഈ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പിന്നാലെ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കെന്ന വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമെന്ന ടി സിദ്ദീഖിൻ്റെ ആദ്യത്തെ പരാമർശമാണ് പലപ്പോഴും ഈ പ്രതിപക്ഷത്തിൻ്റെ വിമർശനത്തിന് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഇവിടെ അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ആ അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയില്ല, അതിന് മുൻകരുതൽ സ്വീകരിച്ചില്ല. അവിടെ ആവശ്യമായ സംരക്ഷണം ഒരുക്കാൻ ജില്ലാ ഭരണകൂടം, സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല, കഴിഞ്ഞ മാസം തന്നെ ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടും പിന്നെ എന്തുകൊണ്ട് നടപടികൾ ഉണ്ടായില്ല എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. ഇവിടെ ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ വലിയ വിഷയമായിട്ട് പ്രതിപക്ഷം ഉയർത്തി കാണിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പിന് ഇതിൻ്റെ മേൽനോട്ട ചുമതലയുണ്ട്. പക്ഷേ പൊതുമരാമത്ത് വകുപ്പും ഈ വേണ്ട രീതിയിൽ ഈ കാര്യത്തിൽ ഇടപെട്ടില്ല എന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഉയരുന്നത്. ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിലും അവിടെ മുൻകരുതൽ ഒരുക്കുന്നതിലും മഴ മുന്നറിയിപ്പ് നൽകുന്നതിലും ഒക്കെ ഇതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്ന് കൃത്യമായിട്ട് തന്നെ ആരോപിക്കുന്നതാണ് പിണറായി വിജയൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. അതായത് സർക്കാർ ഈ അപകടത്തിന് ശേഷം എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതല്ല, ഈ അപകടത്തിൻ്റെ സാധ്യതകൾ സൂചനയായിട്ട് ലഭിച്ചിട്ടും അത് തടയുവാൻ അല്ലെങ്കിൽ അവിടെ അതിനുള്ളൊരു മുന്നൊരുക്കം നടത്തിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം. നേരത്തെ ഈ ഒരു പരിസ്ഥിതി ആഘാത പഠനത്തെക്കുറിച്ചുള്ള കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെയൊക്കെ തള്ളിക്കൊണ്ട് ഈ ഒരു അപകടത്തിൻ്റെ കാരണം സർക്കാർ ഒരു മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാത്തതാണ് എന്ന കാര്യത്തിൽ ഊന്നിയായിരുന്നു അദ്ദേഹം ആ ഭാഗമെല്ലാം തന്നെ വിശദീകരിച്ചത്. അതിനു പുറമെ അദ്ദേഹം പറയാത്ത അല്ലെങ്കിൽ പൊതുവെ ഉയരുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഈ മഴ മുന്നറിയിപ്പ് നൽകുന്നു, അതിനപ്പുറം ഈ ഒരു മണ്ണ് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം നൽകി ഭരണകൂടം. പക്ഷേ ആ മണ്ണ് നീക്കം ചെയ്തില്ലെങ്കിൽ അത് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല, എന്തുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളിൽ തുടർ നീക്കങ്ങൾ ഉണ്ടായില്ല എന്ന ചോദ്യമാണ് വരുന്നത്. ഈ മുന്നറിയിപ്പ് നൽകുന്ന സമയത്ത് മഴയൊന്നും വലിയ പ്രശ്നമുള്ള സാഹചര്യമായിരുന്നില്ല. പക്ഷേ അതിനുശേഷം മണ്ണ് നീക്കം ചെയ്യാത്തതിൽ സർക്കാർ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യവും ഇതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. എന്താണെങ്കിലും ഈ ദുരന്തം അത് മനുഷ്യനിർമ്മിതമാണോ അല്ലയോ എന്നുള്ളതൊക്കെ വളരെ വേഗത്തിൽ പറയുന്നത് ശരിയല്ല. അത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒരു ദുരന്ത സമയത്ത് മന്ത്രിമാർ ഒഴിവാക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായവും പിണറായി വിജയൻ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമ്പോഴും ഇതിലേക്ക് നയിച്ച കാരണങ്ങളെ ചൊല്ലി രാഷ്ട്രീയമായിട്ടുള്ള പോര് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനവും അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങളും. നവമി.
അനുമോദ്, ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇനിയും അപകടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ? ഈ ഇപ്പോൾ അന്വേഷണ സമിതിയൊക്കെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ എന്ത് മുൻകരുതലാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? നിലവിൽ ഈ തുരങ്കപാതയുടെ രണ്ട് വശത്തും കള്ളാടിയിലും അനക്കാമ്പൊയിലും നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. അവിടെ എല്ലാ ജീവനക്കാരെയും അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ കള്ളാടിയിലേക്ക് വരുമ്പോൾ ഈ തുരങ്കപാതയ്ക്ക് വേണ്ടി അവിടെ മണ്ണ് കൂട്ടിവെച്ചത് വലിയൊരു മല പോലെ കുന്നുകൂടി കിടക്കുകയാണ്. നിലവിൽ അതിന് മറുവശത്തായിട്ട് മല തുരന്ന് മണ്ണ് നീക്കം ചെയ്ത് അവിടെ സിമന്റ് പ്ലാസ്റ്റർ ചെയ്ത ഭാഗത്താണ് ഇപ്പോൾ മണ്ണൊലിപ്പുണ്ടായിട്ടുള്ളത്. ഈ ഒരു അപകടത്തിൽ നയിച്ചതിൻ്റെ കാരണം തന്നെ പറയുന്നത്, അത് വിദഗ്ധർ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു മലയുടെ ഒരു ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് അവിടെ സിമന്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിരുന്നു. അത് ആ പ്രദേശത്തെ ഉറവകളും വെള്ളം ഒഴുകി പോകുന്നതിന് തടസ്സമായി. മഴ പെയ്തപ്പോൾ മലയിൽ ഉറവകൾ നിറയുകയും അത് പുറത്തു പോകാൻ കഴിയാതെ മലയ്ക്കുള്ളിൽ തന്നെ സമ്മർദ്ദം തീർക്കുകയും തുടർന്ന് ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായി മണ്ണിടിച്ചിലുണ്ടാവുകയും ഈ സിമന്റ് പ്ലാസ്റ്റർ ചെയ്ത ഭാഗം മുഴുവൻ പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് നീങ്ങി ഈ ഒരു ദുരന്തം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴും അവിടെ കൂട്ടിവെച്ച മണ്ണിൽ ചെറിയൊരു ഭാഗം മാത്രമേ ഈ ഒരു മണ്ണൊലിപ്പിൻ അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിൽ ഇടിഞ്ഞു വന്നിട്ടുള്ളൂ. ഇനിയും അവിടെ ഒരു വശത്ത് മണ്ണ് കൂടിക്കിടക്കുകയാണ്. ആ റോഡിൻ്റെ രണ്ട് വശത്തും മണ്ണിൻ്റെ വലിയൊരു കൂമ്പാരമാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കാര്യം, ഈ റോഡ് കടന്നു പോകുന്ന ആ മേഖലയിലെ മണ്ണ് കൂടി നീക്കം ചെയ്ത് ഇനിയൊരു മണ്ണിടിച്ചിൽ ഇനിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് സ്വീകരിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഈ മണ്ണ് സ്ഥിരമായിട്ട് ഒരിടത്തേക്ക് മാറ്റണം എന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. അതിൻ്റെ നടപടികൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പരിഗണനയിലാണ്. നവമി. അനുമോദ്, അതോടൊപ്പം തന്നെ ഈ ഒരു വിവാദം അത് ഈ തുരങ്കപാത പദ്ധതിയെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കുമോ? തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അത്. ഈ തുരങ്കപാത പദ്ധതി അതിൻ്റെ ഏറ്റവും ആദ്യ ഘട്ടത്തിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഈ ഒരു ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായതോടെ എന്തായിരിക്കും ഇതിൻ്റെ ഭാവി എന്ന ചോദ്യമാണ് ഉയരുന്നത്. രണ്ട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് പങ്കുവെക്കാനുണ്ട്. ഒന്ന്, ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എല്ലാവിധ പഠനങ്ങളും, അതായത് ഇതിൻ്റെ പാരിസ്ഥിതിക നിയമപരമായിട്ടുള്ള എല്ലാ പഠനങ്ങളും നടത്തിയതിന് ശേഷമേ ഇനി തുടർന്ന് മുന്നോട്ടുള്ളൂ. മാത്രമല്ല, കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും ഒക്കെ ഇതിന് നൽകിയിട്ടുണ്ട്. എന്തെല്ലാം പാലിക്കണം, എന്തെല്ലാം ചെയ്യരുത് എന്ന കാര്യങ്ങൾ. അത് മണ്ണെടുക്കുന്നതിലും മണ്ണ് കൂട്ടിവെക്കുന്നതിലും നിർമ്മാണ സാമഗ്രികൾ വയ്ക്കുന്നതിലും റോഡ് വെട്ടുന്നതിലും മരം മുറിച്ച് നീക്കുന്നതിലും മല പ്ലാസ്റ്റർ ചെയ്യുന്നതിലും തുടങ്ങി എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഗൈഡ് ലൈൻസ് നൽകിയിട്ടുണ്ട്. ഈ ഗൈഡ് ലൈൻസ് പാലിക്കാതെയാണോ ഇത് നിർമ്മിച്ചത്, ഇത് ഈ ഘട്ടം വരെ കൊണ്ടുവന്നത് എന്ന ചോദ്യം, അതിനുള്ള ഉത്തരമാണ് ആദ്യത്തെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. രണ്ടാമതായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഈ ഒരു മേഖലയിലെ മണ്ണിൻ്റെ ഘടന വളരെ ദുർബലമായതാണ്. ആ കാര്യം പരിശോധിക്കാതെയാണോ ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. ഇനി ഞാൻ മുൻപ് താനിത് പറഞ്ഞപ്പോൾ തന്നെ മണ്ണ് പരിശോധനാ വിദഗ്ധന് പരിഹസിക്കുകയായിരുന്നു ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളവരെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ ഇതിൻ്റെ പദ്ധതിയെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ ഇനിയും നടത്തി ആശങ്കകൾ അകറ്റിയേ മുന്നോട്ട് പോകൂ എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ പറഞ്ഞത്, ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹത്തിന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ രാമായണം എല്ലാ ഖണ്ഡവും വായിച്ച് രാമന് സീത ആരാണെന്ന് ചോദിക്കുന്നത് പോലെയാണ് എന്നൊരു മറുചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതായത് പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാര്യം. ഈ പദ്ധതിക്ക് വേണ്ടി ജനങ്ങളുടെ അഭിപ്രായ സർവേ എടുത്തു കഴിഞ്ഞു, പാരിസ്ഥിതിക സർവേ നടത്തി, അതുപോലെ തന്നെ നിയമപരമായിട്ട് ഇതിനെതിരെ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരുന്നു. ഹൈക്കോടതി ഇതിനനുകൂലമായി വന്നപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതിയും ഇതിനനുകൂലമായ സാഹചര്യം, അതായത് പരിസ്ഥിതിപരമായിട്ടും നിയമപരമായിട്ടും എല്ലാ പഠനങ്ങളും സർവേകളും നടത്തിയാണ് ഈ ഒരു തുരങ്കപാതയ്ക്ക് അനുവാദം കൊടുത്തതും അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. ഇനി അതിൽ പിന്നോട്ട് പോകരുത്, ജനങ്ങളുടെ ആശയ അഭിലാഷവുമാണെന്ന്, വയനാട് ടൂറിസം വികസനത്തിന് വലിയൊരു മുതൽക്കൂട്ടാകും എന്നുള്ള തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി തന്നെ ഇതുമായി മുന്നോട്ട് പോകണം എന്ന അഭിപ്രായം തന്നെയാണ് ഇടതുപക്ഷത്തിനുള്ളതെന്ന് വ്യക്തമാക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഈ അപകടത്തിൻ്റെ കാരണങ്ങൾ അത് ഈ അന്വേഷണ സമിതി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് പോകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. നവമി.
അനുമോദ് തുടരുക. ജയരാജ് ബത്തേരി കൂടി ചേരുന്നുണ്ട്. ജയരാജ്, ഇനിയിപ്പോൾ 2 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തേണ്ടത്. തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നവമി, ഇപ്പോ കാലാവസ്ഥ ഒരു അനുകൂലമായ അവസ്ഥയാണുള്ളത്. ചെറിയൊരു വെയിലുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെയാണ് തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പോ ഇന്ന് നമുക്ക് 3 മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ഇനി 2 എണ്ണം കൂടി ഉണ്ട് എന്നുള്ളതാണ് ആ കണക്ക് പ്രകാരം പറയുന്നത്. അതായത് 18 ആളുകളെയാണ് കാണാതായത്. അതിൽ 8 പേരാണ് കാണാതെ ആയത്. ബാക്കിയുള്ളവരാണ് ഹോസ്പിറ്റലൊക്കെ ഉള്ളതെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 പേർക്കുള്ള തിരച്ചിലായിരിക്കും തുടരുക. അതുപോലെ തന്നെ ഇതുവരെ ആയിട്ടും ഈ സ്വദേശത്ത് നിന്നും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ആരും കംപ്ലൈന്റുകളായിട്ട് അല്ലെങ്കിൽ ആളുകളെ കാണുന്നില്ല എന്നൊന്നും പറഞ്ഞൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ തിരച്ചിൽ നിർത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഈ കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ ദ്രുതഗതിയിൽ, അതും കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളെല്ലാം കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഇന്ന് 3 എണ്ണം പെട്ടെന്ന് തന്നെ, അതായത് ഒന്നാം സോണിൽ നിന്നൊന്നും, അതുപോലെ തന്നെ മൂന്നാം സോണിൽ നിന്ന് 2 എണ്ണം ആണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ സോണുകളായി തിരിച്ചിട്ടാണ് തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ കാലാവസ്ഥ അനുകൂലമാണ്. വളരെ ദ്രുതഗതിയിൽ തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. നവമി, ജയരാജ, ഒരു കാര്യം കൂടി, ഈ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി അതെങ്ങനെയാണ് ഇപ്പോൾ? അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? പരിക്കേറ്റവരുടെ ഗുരുതരമായി എന്ന് പറഞ്ഞിരുന്ന ആളുകളുടെ എല്ലാം പരിക്കുകൾ ഭേദമായി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം. അല്ലെങ്കിൽ അതീവ ഗുരുതരാവസ്ഥ ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ അന്വേഷിച്ചാലൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ആശുപത്രിയിൽ ഉള്ളവരുടെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്കും ഇപ്പം മനസ്സിലാവുന്നത്. ആദ്യം 3 പേർ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആ ഒരു രീതിയിൽ തന്നെയല്ല, കുറച്ചുകൂടി അല്പം ഭേദപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചതിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും മറ്റ് ഒരു അപകട സാധ്യതയിലേക്ക് വരുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. നവമി, ശരി. ജയരാജ് ബത്തേരിയാണ് ആ സംഭവ സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. CV അനുമോദിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നുണ്ട്. അനുമോദ, ഈ അന്വേഷണ സമിതിയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആരുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു അന്വേഷണ സമിതി ഉണ്ടാകുക എന്നതിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്വേഷണ സമിതിയിൽ ആരെല്ലാം ഉൾപ്പെടും എന്നുള്ളത് തന്നെയാണ്. അതിൽ നിയമസഭാ സാമാജികരും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ നിന്നുള്ളവർ, പരിസ്ഥിതി മേഖലയിൽ നിന്നും ഇതേപോലെ തന്നെ ഈ ഒരു നിർമ്മാണ മേഖലയിൽ നിന്നും, അങ്ങനെ വിവിധ തലങ്ങളിൽ ഉള്ളവർ ഇതിൽ ഉൾപ്പെടും. നിയമപരമായിട്ടുള്ളവരും ഉൾപ്പെടും. അതിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ തലങ്ങളും സമഗ്രമായി പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ഒരു അന്വേഷണ സമിതിയെ പ്രഖ്യാപിക്കുന്നതിനോട് ഉദ്ദേശിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടും ചട്ടങ്ങൾ പാലിച്ചോ, ഏതെങ്കിലും തരത്തിൽ പാരിസ്ഥിതികമായിട്ടുള്ളതിലോ നിയമപരമായിട്ടുള്ളതിലോ നിർമ്മാണപരമായിട്ടുള്ളതിലോ എക്സിക്യൂഷൻ ലെവലിലോ ഏതെങ്കിലും തരത്തിൽ ഇവിടെ വീഴ്ച വന്നിട്ടുണ്ടോ ഈ കമ്പനിക്ക് എന്നുള്ളത് പൂർണ്ണമായിട്ടും അന്വേഷിച്ചറിയുക എന്നൊരു ഉദ്ദേശമാണ് ഈ അന്വേഷണ സമിതിയിലെ പ്രഖ്യാപിക്കുന്നതിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആരാരും ഇതിൻ്റെ തലപ്പത്ത് എന്ന കാര്യത്തിൽ ഇനിയും ഒരു കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. മുഖ്യമന്ത്രി VD സതീശനടക്കമുള്ള മന്ത്രിമാർ അതിൻ്റെ ആലോചനയിലാണ്. ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്നും ആ ഒരു തീരുമാനം വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാനാകുന്നത്. എന്നാണെങ്കിലും വളരെ സമയബന്ധിതമായിട്ട് ഇത് പൂർത്തീകരിക്കുക എന്നുള്ളതായിരിക്കും അവർക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. കാരണം ഈ പദ്ധതിയുടെ നടത്തിപ്പും പദ്ധതിയുടെ ഭാവിയൊക്കെ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാകുക. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ അന്വേഷണവും ഇതിനൊപ്പം തന്നെ പുരോഗമിക്കും. പോലീസ് FIR ഇട്ടിട്ട് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. കമ്പനിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കൃത്യമായിട്ട് അവിടെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്. മറുവശത്ത് ജില്ലാ ഭരണകൂടത്തിൻ്റെ, ഇതിൻ്റെ അതോറിറ്റിയായിട്ടുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ നിർദ്ദേശങ്ങൾ നൽകിയതല്ലാതെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് നടപടിയെടുക്കാത്തത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതും ഈ അന്വേഷണ സമിതിയുടെ മുമ്പാകെ തന്നെ വരുമെന്നാണ് അറിയാനാകുന്നത്. എന്താണെങ്കിലും ദുരന്തത്തിന് അപ്പുറം ഈ ഒരു പദ്ധതിയുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്നതായിരിക്കും ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. നോമി, ഒപ്പം അനുബോധം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ പ്രതികൂല ഈ കാലാവസ്ഥ മാറി നിൽക്കുകയാണ്, മഴ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ തിരച്ചിലും ആ രീതിയിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഈ 2 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. കൂടുതൽ സേനകളുടെ ആവശ്യം ഇനി അവിടെ ഉണ്ടെന്ന് ആവശ്യമുണ്ടോ, അതോ നിലവിലുള്ള സേനയ്ക്ക് തന്നെ ഈ കൂടുതൽ പരിശോധന നടത്താൻ കഴിയുമെന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണോ നിൽക്കുന്നത്? ഇവിടെ ആളുകളുടെയോ സേനയുടെയോ ആവശ്യമല്ല, ഇവിടുത്തെ സാഹചര്യങ്ങളാണ്, കാലാവസ്ഥയാണ് അവിടെ പ്രധാനപ്പെട്ട വില്ലൻ.
ഒന്ന്, കനത്ത മഴ പെയ്യുമ്പോൾ ഈ ഇടിഞ്ഞിറങ്ങിയ മണ്ണിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാനാകില്ല. ഈ JCBയോ അല്ലെങ്കിൽ എക്സ്കവേറ്ററോ ഹിറ്റാച്ചിയോ ഒന്നും തന്നെ ഇറക്കാനാകില്ല, താഴ്ന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ അവിടെ അത്തരത്തിൽ ഒരു മനുഷ്യന് പോലും നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഉറപ്പുള്ള ഒരു പ്രതലത്തിൽ നിന്ന് യന്ത്രക്കൈ നീട്ടി മണ്ണ് മാറ്റിയാണ് ഈ ഒരു ഉപകരണങ്ങൾ കൊണ്ട് മണ്ണ് മാറ്റി പരിശോധിക്കുന്നത്. അവിടെ ഒരു സേനയെ സംബന്ധിച്ച് അവിടെ എത്തിച്ചേർന്ന് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇനി 2 പേരെയാണ് കണ്ടെത്താനുള്ളത്. മാത്രമല്ല, മുണ്ടക്കൈ ചൂരൽമല പോലെ വാസ്റ്റായിട്ടുള്ള വിശാലമായിട്ടുള്ള സ്ഥലത്തല്ല ഇതിൻ്റെ ഒരു ആഘാതമുള്ളത്. വളരെ ചുരുക്കം ഏരിയയിൽ മാത്രമാണെന്ന് നമുക്ക് പറയേണ്ടി വരും മറ്റ് ദുരന്തങ്ങളെയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ. അപ്പോൾ കൂടുതൽ സേനകൾ അവിടെ വരേണ്ട ആവശ്യമില്ല. ഇന്ന് തന്നെ കെടാവർ നായകളെ കൊണ്ടുവന്ന് അവിടേക്ക് ഇറക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. കാരണം ആ മണ്ണിലേക്ക് നായകൾ പൂന്തിപ്പോവും, അത് ആ മണ്ണിലാണ്ട് പോവും, അവർക്ക് നടക്കാൻ കഴിയില്ല. അത് മറ്റൊരു അപകടത്തിന് വഴിയൊരുക്കും. അപ്പോൾ മാത്രമല്ല, ഇങ്ങനെ വെള്ളം കൂടുതലായിട്ട് കെട്ടിക്കിടക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ ചിലപ്പോൾ കഴിയണമെന്നുമില്ല. പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ഒരു തെരച്ചിലിന് പര്യാപ്തമാണ്. ആകെ ഇനി വേണ്ടത് കാലാവസ്ഥ അനുകൂലമായിട്ട് തുടരുക എന്നുള്ളതാണ്. രാവിലെ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് മഴ മാറി നിൽക്കുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസത്തെ പോലെ തുടർച്ചയായി കനത്ത മഴ പെയ്യുന്ന പോലെയല്ല, മഴ വിട്ടു നിൽക്കുകയും വരികയും ചെയ്യുന്ന പോലത്തെ ഒരവസ്ഥ. പക്ഷേ വെയിലുണ്ട് എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തേക്കാൾ ഒരു ആശ്വാസമുണ്ട് ഈ തെരച്ചിലിൻ്റെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ സേനകളേക്കാൾ കൂടുതൽ ഈ ഒരു അന്തരീക്ഷം, ഈ ഒരു കാലാവസ്ഥ ഇതിന് അനുകൂലമായിട്ട് ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഈ നടപടികൾ പൂർത്തീകരിക്കണം. മാത്രമല്ല, ആ ഒരു നിർമ്മാണ സാമഗ്രികൾ, പൈപ്പുകളും കമ്പികളും അടക്കം ഒരുപാട് നിർമ്മാണ സാമഗ്രികളൊക്കെ ആ പ്രദേശത്താകെ ചിതറി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലൊന്നും എന്താണ് അവസ്ഥ എന്നുള്ളത് പരിശോധിക്കാനുള്ള സാഹചര്യം ഇപ്പോഴും എത്തിയിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നിലവിൽ അവിടെ ഈ തെരച്ചിൽ സംഘം തന്നെ നേരിടുന്നുണ്ട്. അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ കാലാവസ്ഥ ഇതുപോലെ മഴ മാറി നിൽക്കുന്ന ഒരവസ്ഥയാകണം. മാത്രമല്ല, എത്രയും വേഗം ഇത് പൂർത്തീകരിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ 4 സോണുകളാക്കി തിരിച്ച് അവിടെ വേണ്ടത്ര പരിശോധന നടത്താനുള്ള ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ സേനാംഗങ്ങളും ഒക്കെ നിലവിൽ ഇവിടെയുണ്ട്. നമുക്ക് ഏറെ വൈകാതെ തന്നെ ഈ തെരച്ചിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നവമി. ശരി, CB അനുമോദും ജയരാജ് ബത്തേരിയുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം മന്ത്രി പി കെ ബഷീറിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു എന്നും മന്ത്രി പറഞ്ഞു. കൊങ്കൺ അധികൃതരുമായി സംസാരിച്ചു, ഒന്നുകൂടി റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിൽ കേന്ദ്ര മന്ത്രി ഗഡ്കരി പൊതുവായി ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞു. കർണാടകത്തിന്റെ നോ ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് ഈ മാസം കിട്ടിയാൽ മറ്റേ ഇൻവെസ്റ്റിഗേഷനും ഡിസൈനും കഴിഞ്ഞിട്ട് ഒരു ഒക്ടോബർ മാസം നവംബർ 9 അതിന് തറക്കല്ലിടും. വൈരക്കുപ്പ തീർച്ചയായിട്ടും സർക്കാരിന്റെ 100 ദിന പരിപാടിയിൽ അത് നടത്തുന്നത്. ബഹുമാനപ്പെട്ട മറ്റു മന്ത്രി സിദ്ദീഖും അതുപോലെ MLA-മാരൊക്കെ വളരെ സജീവമായിട്ട് അവരുടെ ദീർഘകാലത്ത് ആവശ്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പൂയിത്തോട് ആ പേരാമ്പ്ര ഇവിടെ ബഹുമാന ഷാഫി MP, പേരാമ്പ്ര MLA ഫാത്തിമ തേജയും സിദ്ദീഖ് മിനിസ്റ്റർ താല്പര്യം എടുത്തിട്ടാണ് ആ മീറ്റിംഗ് വിളിച്ചത്. ആ മീറ്റിംഗ് വിളിച്ചപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിച്ചു. അതിന്റെ ഇൻവെസ്റ്റിഗേഷന് ഊരാളുകളുടെ 2 കൊല്ലം മുമ്പ് കൊടുത്തതാണ്. ഒപ്പം മന്ത്രി ടി സിദ്ദിഖിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. ചൂരൽമലയിൽ താമസിക്കുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഒപ്പം എന്താണ് സംഭവിച്ചതെന്നറിയാൻ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. 2 കാര്യം. ഒന്ന്, ചൂരൽമലയിലെ ആളുകൾക്ക് അവിടെ ഒരു ഡോക്ടറോട് കൂടിയിട്ടുള്ള ഹെൽത്ത് സെന്റർ ഫെസിലിറ്റി അവിടെ ഉറപ്പുവരുത്താനുള്ള നടപടി എടുത്തിട്ടുണ്ട്. അവിടെ മൊബൈൽ ക്ലിനിക്ക് അവിടെ പോയി അവിടെ തന്നെ സെറ്റ് ചെയ്ത് അവർക്കുള്ള എല്ലാ സംവിധാനവും മരുന്നും ഡോക്ടറുടെ ഫെസിലിറ്റി ഉൾപ്പെടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 2, ഒറ്റപ്പെട്ടു പോയ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടിയെടുത്തു. 3-മത്തത്, അവർക്ക് ഈ മഴ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്നതായ സ്ഥലത്ത് പണിയും കാര്യങ്ങളും ഇല്ലാതെ വരും. അവർ ബേസ് ചെയ്യുന്നത് കള്ളാടിയും അതുപോലെ ടൂറിസം മേഖലകളും തോട്ടം തൊഴിൽ മേഖലകളുമാണ്. അപ്പോൾ ഇതില്ലാത്തത് കൊണ്ട് അവർക്ക് റേഷൻ കൊടുക്കാനുള്ള നടപടി ഉൾപ്പെടെ കളക്ടറോട് അതിന്റെ ക്രമീകരണം ചെയ്യാൻ വേണ്ടി ലിസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ കാര്യവും ആലോചിച്ചു. എന്തായാലും കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇനി 2 പേരുടെ മൃതദേഹം കൂടിയാണ് കണ്ടെടുക്കാനുള്ളത്. മന്ത്രിമാരടക്കം അവിടെ സ്ഥലത്ത് തന്നെ ഉണ്ട്. അന്വേഷണ സമിതി അടക്കം ഇന്ന് തന്നെ പ്രഖ്യാപിച്ചേക്കും.
മറ്റൊരു വാർത്തയിലേക്ക് BJPയെ കുടുക്കി BJP സോഷ്യൽ മീഡിയ ചുമതലക്കാരൻ സിദ്ധാർത്ഥിന്റെ നോട്ടുകെട്ടുമായുള്ള സെൽഫി. തെരഞ്ഞെടുപ്പ് സമയത്തെ സെൽഫിയാണ് പുറത്തുവന്നത്. നടപടി നേരിടുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ സമൂഹമാധ്യമം കൈകാര്യം ചെയ്യുന്ന ആളാണ് സിദ്ധാർത്ഥ. ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽ BJP നടത്തിയ അന്വേഷണത്തിൽ 12 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയെന്ന വിവരവും പുറത്തുവന്നു. 2020 സ്ഥാനാർത്ഥികൾക്ക് നൽകിയ ഫണ്ടിലും വെട്ടിപ്പ് നടന്നെന്നാണ് ആരോപണം. അതേസമയം സിദ്ധാർത്ഥിന് ABVPയുമായി ബന്ധമില്ലെന്ന് സംഘടന പ്രതികരിച്ചു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, സ്വന്തം പ്രവർത്തകരെ തള്ളിപ്പറഞ്ഞാലും ചിത്രങ്ങളെല്ലാം തന്നെ കാണുന്നത് നമുക്ക് അറിയാം. ഈ നോട്ടുകെട്ടുകളുമായി നിൽക്കുന്ന സിദ്ധാർത്ഥ തന്നെയാണ്. എന്താണ് ഇതിലെ കൂടുതൽ വിശദാംശങ്ങൾ? ഈ ചിത്രത്തിലുള്ളത് BJP പ്രവർത്തകനാണ്. ABVP പ്രവർത്തന തരത്തിൽ ചില വിവരങ്ങൾ ലഭ്യമായിരുന്നു. പക്ഷേ ABVP അത് പൂർണ്ണമായി നിഷേധിക്കുകയാണ്. അയാൾക്ക് ABVPയുമായി ബന്ധമില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഇയാൾ BJP പ്രവർത്തകനാണ്. BJPയുടെ സംസ്ഥാന സെക്രട്ടറി, ഇപ്പോൾ നടപടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ സാമൂഹ്യ മാധ്യമ പേജ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇയാൾക്ക് ABVP ബന്ധമില്ലെന്ന് പറയുമ്പോൾ തന്നെ ഇയാൾ ഓഫീസിൽ സ്ഥിരമായി എത്താറുള്ള, BJPയുടെ സംസ്ഥാന കമ്മിറ്റി കാര്യത്തിൽ സ്ഥിരമായി എത്താറുള്ള ആളെന്ന് നേതാക്കൾ തന്നെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഏതായാലും ലക്ഷക്കണക്കിന് രൂപ ബാഗിൽ ഉണ്ടാകണം. അത്തരത്തിലൊരു ബാഗ് നിറയെ 500ന്റെ നോട്ടുകെട്ടുകളുമായാണ് സിദ്ധാർത്ഥ തെരഞ്ഞെടുപ്പ് കാലത്ത് സെൽഫി എടുത്തത്. ആ സെൽഫി പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. അതോടുകൂടിയാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ശ്രദ്ധയിൽ ഇത് പെടുന്നത്. ഉടൻ തന്നെ സിദ്ധാർത്ഥെ ബന്ധപ്പെടുകയും ഇത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അന്ന് എടുത്ത സെൽഫിയാണ് ഇപ്പോൾ ചിത്രമാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. ഇതിനിടയിൽ അന്ന് തന്നെ BJPയുടെ സംസ്ഥാന തലത്തിലെ പ്രധാനപ്പെട്ട നേതാവ് ഇക്കാര്യം സംസ്ഥാന അധ്യക്ഷൻ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം സിദ്ധാർത്ഥിനെ അങ്ങനെ BJP ഓഫീസിലേക്ക് വരാൻ അനുവദിക്കാറില്ല എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഏതായാലും BJP വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ നേരിടുന്നത്. BJPയുടെ ദേശീയ നേതൃത്വമാണ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനങ്ങൾക്ക് പാർട്ടി പതാക കൊടുക്കുന്നത്. എല്ലാ ജില്ലകളിലും പ്രചരണത്തിനാവശ്യമായ പാർട്ടി പതാക ദേശീയ നേതൃത്വം നൽകാറുണ്ട്. പക്ഷേ അതിനെ 1.5 കോടി രൂപയുടെ ബില്ല് വെച്ചു എന്നതാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. തട്ടിപ്പിന്റെ തുടക്കം അവിടെയാണ്. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് മറ്റ് തട്ടിപ്പുകളിലേക്ക് ഏതാണ്ട് 12.5 കോടി രൂപയുടെ തട്ടിപ്പ് ഇപ്പോൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് BJPയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നേതാക്കൾക്കെതിരെ വരുന്ന നേരത്തെ 3 പേരെ ഈ മാറ്റി നിർത്താൻ തീരുമാനമെടുത്തിരുന്നു. ഒരു നേതാവിനോട് 1.5 കോടി രൂപ തിരിച്ചടയ്ക്കാനും ആവശ്യപ്പെട്ടു. അവർ വൈകാതെ പണം അടച്ചില്ലെങ്കിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ തന്നെയാണ് തീരുമാനം. ഈ ക്രമക്കേട് ആരോപണം നേരിടുന്ന പലരും ഇതേ കാലയളവിൽ ലക്ഷങ്ങളുടെ ഭവന വായ്പ അടക്കം അടച്ചു തീർത്തതായുള്ള വിവരം BJP നേതൃത്വം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിയവരുണ്ട്. ഈ സോഷ്യൽ മീഡിയ ടീമും ഫണ്ട് മുക്കി എന്ന പരാതി നേരിടുകയാണ്. ചെയ്യാത്ത PR പ്രവർത്തനങ്ങൾക്ക് പണം കൈപ്പറ്റി എന്ന ആരോപണമാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ആരോപണ വിധേയരുടെ സംശയനിലയിലുള്ളവരുടെ അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനും തീരുമാനമുണ്ട്. ഈ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ പലപ്പോഴും 2020യുടെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വലിയ വിവാദമായി മാറിയിരുന്നു. ആ പട്ടികയിൽ സംശയം ഉള്ള ആളുകൾ നേരത്തെ ഈ അമ്മയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ BJPയുടെ ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കേട്ടതാണ്. 2020 സ്ഥാനാർത്ഥികൾക്ക് നൽകിയ ഫണ്ടിൽ വെട്ടിപ്പ് നടന്നു. BJP സംസ്ഥാന അധ്യക്ഷനുമായി അടുപ്പമുള്ള കൊച്ചിയിലെ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ഒരു നേതാവ് സ്ഥാനാർത്ഥികൾ 2020 സ്ഥാനാർത്ഥികളെ സ്പോൺസർ ചെയ്തു എന്ന ആരോപണമാണ് BJPയിൽ ഉയരുന്നത്. അമ്മയിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഇയാളാണ് ഇടനില നിന്നത്. ഇയാളാണ് സെലിബ്രിറ്റികളെ സ്ഥാനാർത്ഥികളാക്കാനുള്ള ശ്രമങ്ങളും അതിനുള്ള നീക്കങ്ങളുമൊക്കെ നടത്തിയതെന്നും BJPയിൽ ചർച്ചയുണ്ട്. ഏതായാലും അമ്മയുടെ തലപ്പത്തിരുന്ന പ്രധാനപ്പെട്ട വ്യക്തി തന്നെ സ്ഥാനാർത്ഥികളെ നൽകിയിരുന്നു എന്നാണ് ലഭിക്കുന്ന ഇക്കൂറിലെ 2020 ഇയാളുടെ നോമിനിയാണ്. ഈ BJPയുടെ തീവ്ര നിലപാടുള്ള നേതാവിന്റെ നോമിനിയാണ്. കൊച്ചിയിലെ നേതാവിന്റെ സംസ്ഥാന അധ്യക്ഷൻ വളരെ അടുപ്പമുള്ള ആളാണെന്നും പറയുന്നുണ്ട്. ഏതായാലും ഈ ഫണ്ട് തട്ടിപ്പ് വലിയ വ്യാപ്തിയുള്ള ഒന്നാണ്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇവരോടൊക്കെ തട്ടിപ്പ് നടത്തി ഇവരോട് പണം അടിയന്തരമായി തിരിച്ചടയ്ക്കാൻ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിവരം പുറത്തുവരാതെ BJP നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊരു കടുത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വലിയ തട്ടിപ്പ് നടന്നുവെന്നവർ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് നടത്തിയവരെ നടപടി വേണമെന്ന ആവശ്യം RSന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ BJPയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയൊക്കെ BJP നേതാക്കൾ തന്നെയാണ് നിയമിക്കുന്നത്. അതുപോലെ സംഘടനയിൽ RSSലെ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കണം. അതുകൊണ്ട് സംഘടനാ ചുമതലയിലേക്ക് RSS നേതാവ് വരണം, അല്ലെങ്കിൽ RSS ഉദ്ദേശിക്കുന്ന ആൾ വരണമെന്ന ആവശ്യവുമൊക്കെ ഇപ്പോൾ സംഘടനയിൽ ഉയരുന്നുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ BJPയെ വലിയ നാണക്കേട് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്തരമൊരു BJP പ്രവർത്തകന്റെ സെൽഫി, നോട്ടുകെട്ടുകളുമായുള്ള സെൽഫി കൂടി, അതിന്റെ ചിത്രം കൂടി പുറത്തു വരുന്നത്.
അരുൺ, അത് തന്നെയാണ്, ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ 2020 സ്ഥാനാർത്ഥികൾക്ക് നൽകിയ ഫണ്ടിലെ തട്ടിപ്പ്, അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷനുമായുള്ള തീവ്ര ഹിന്ദുത്വ നേതാവാണ് 2020 സ്ഥാനാർത്ഥികളെ സ്പോൺസർ ചെയ്തതെന്ന ആക്ഷേപം വരുന്നു. അത് നേരത്തെ ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ താരസംഘടനയിലടക്കം ഇക്കാര്യങ്ങൾ ഉയർന്നു വന്നതുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ ഈ ഒരു ആരോപണങ്ങൾ? തീർച്ചയായിട്ടും സാമ്പത്തിക ആരോപണങ്ങൾ BJPക്ക് നേരത്തെ ഉയർന്നതാണ്. വലിയ പണം ഒഴുക്കുന്നു BJP എന്ന വിമർശനം LDFും UDFും ഒരുപോലെ ഉന്നയിച്ചതാണ്. സീറ്റുകൾ പിടിച്ചെടുക്കാൻ ആ രീതിയിൽ പണമൊഴുക്കുന്നു. തിരുവനന്തപുരത്തും 2 സീറ്റുകളിൽ BJP ജയിച്ചത് ആ രീതിയിൽ പണമൊഴുക്കിയെന്ന് CPMും കോൺഗ്രസും ഒരുപോലെ ആരോപിച്ചതുമാണ്. അല്ലെങ്കിൽ അവിടെ ഇത്ര ഫലം ഉണ്ടാകുമായിരുന്നില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെയും CPMന്റെ ആരോപണം. പക്ഷെ അതിനൊന്നും തെളിവുകൾ ഇല്ല. ഏതായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ പണം കൈകാര്യം ചെയ്തിരുന്നു. അത് ഈ ഇത്തരം പ്രാദേശികമായ നേതാക്കൾ പോലും, പ്രവർത്തകർ പോലും ഇത്രയും വലിയ തുകയുമായുള്ള സെൽഫിയൊക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായി ആരോപണങ്ങൾക്ക് ബലം കൂടും. ഈ പണത്തിന്റെ സ്രോതസ് സ്വാഭാവികമായും കാണിക്കേണ്ടി വരും. BJPക്ക് പ്രതികാതിരിക്കുന്നുണ്ട്. അത്തരം അന്വേഷണങ്ങളിലേക്കൊന്നും ആരും കടക്കാനിടയില്ല. പക്ഷേ BJPക്ക് ഇപ്പോൾ ഉയർന്നു വന്ന ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് അവരെ പ്രതിക്കൂട്ടിലാക്കുന്ന തെളിവായി ഇത് മാറാൻ സാധ്യതയുണ്ട്. VV അരുണാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും BJP ഫണ്ട് തട്ടിപ്പ് കേസിൽ ഫണ്ട് തട്ടിപ്പിൽ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. അതിനിടയിലാണ് BJPയുടെ സോഷ്യൽ മീഡിയ ചുമതലക്കാരനായ സിദ്ധാർത്ഥ നോട്ടുകെട്ടുകളുമായി നിൽക്കുന്ന സെൽഫി അടക്കം പുറത്തു വന്നത്. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല. സ്പോട്ട് ലൈവ് തുടരുന്നു. പെരുമ്പാവൂരിലെ ആൾക്കൂട്ട വിചാരണയിൽ പോലീസ് കേസെടുത്തു. യുവാക്കളുടെ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന 6 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഞ്ചാവ് വിൽപ്പനക്കാരെന്ന് ആരോപിച്ച് മർദ്ദിച്ചെന്നും തല മൊട്ടയടിച്ചു എന്നുമാണ് പരാതിയിൽ പറയുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്താണ് ഇതിന്റെ വിശദാംശം? നവമി, പെരുമ്പാവൂരിലാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്നത്. ഗോകുൽ, ആൽബി, അൽഫാസ് എന്നീ 3 കുട്ടികളെയാണ് ചെറുപ്പക്കാരെയാണ് ഈ രീതിയിലേക്ക് ഒരു ആൾക്കൂട്ട വിചാരണ എന്ന പേരിലേക്ക് ആ കാര്യങ്ങൾ നടത്തിയത്. ഇവർ അവിടെയുള്ളൊരു സോഡ ഫാക്ടറി പെരുമ്പാവൂരിൽ ഇപ്പോൾ അവിടെ പണിക്കുണ്ടായിരുന്ന ഇതര സംസ്ഥാനക്കാരായ ആളുകൾ പലരും തന്നെ തിരിച്ചു വരാത്ത സ്ഥിതിക്ക് അവിടെ നിരവധിയായ തൊഴിലവസരങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫാക്ടറി ഉടമ തന്നെയാണ് ഇവരെ വിളിച്ചു വരുന്നത്. അവിടുത്തെ സൂപ്പർവൈസറാണ് ഇവരുടെ അന്വേഷിച്ചപ്പോൾ ഇവരോട് ജോലിക്ക് വരാനായിട്ട് അവർ ആവശ്യപ്പെടുന്നത്. ഇവരും ആ പെരുമ്പാവൂരിലെ സമീപ പ്രദേശങ്ങളിലുള്ളവർ തന്നെയാണ്. ഇവർ അവിടേക്ക് ചെല്ലുമ്പോൾ ഇവരെ ബൈക്കിൽ വരുന്ന ഇവരെ തടഞ്ഞു നിർത്തിയ ഒരു സംഘം ആളുകൾ ഈ ഫാക്ടറിക്ക് സമീപം വെച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. ഒരുതരം ആൾക്കൂട്ട വിചാരണ. അത് ഇവരോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ ലഹരി കടത്ത് സംഘത്തിൻ്റെ ഭാഗമല്ല, നിങ്ങൾ കഞ്ചാവ് കച്ചവടത്തിന് വേണ്ടി ഇവിടെ എത്തിയതല്ലേ എന്ന രീതിയിലേക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവർ ഈ കുട്ടികളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രായത്തിലേക്ക് അവർ വന്നിട്ടുള്ളൂ. അവരോട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ യാതൊന്നും കേൾക്കുന്നില്ല. കാരണം ഇതിൽ ഇവർ പോലീസിനെ വിളിക്കാനായിട്ട് അവർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ബന്ധുക്കളെയോ ഫാക്ടറി ഉടമയോ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാമെന്നെല്ലാം പറയുമ്പോൾ ഒരു 6 പേരടങ്ങുന്ന സംഘമാണ് ഇവർക്കെതിരെ ഈ രീതിയിലുള്ളൊരു അതിക്രമം അഴിച്ചുവിടുന്നത്. ഇവരെ പിടിച്ചു നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇത്തരം ലഹരി മരുന്ന് വിൽപ്പനക്കാരാണ് എന്ന രീതിയിൽ അത് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു അവിടെ നടക്കുന്നത്. തുടർന്നാണ്
ഇവരെ വലിച്ച് അവർ ബലമായിട്ട് പിടിച്ചു നിർത്തുകയും ഇവരെ തലമുണ്ടനം ചെയ്യുകയും എല്ലാം ചെയ്തത്. അതോടൊപ്പം തന്നെ ഇവരെ സാരമായ രീതിയിൽ അവരെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. മർദ്ദിച്ച് അവശരാക്കുന്നു. പിന്നീടാണ് അവർക്ക് അവിടെ നിന്ന് പോരാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ഇവർ ഈ മർദ്ദനം അവസാനിപ്പിച്ചതിന് ശേഷം ഇവരെ ഉപേക്ഷിച്ച രീതിയിലാവുമ്പോഴാണ് അവർ അവിടെ നിന്ന് പോരുന്നത്. തുടർന്ന് ഇവർ ബന്ധുക്കളെ അടക്കം വിവരം അറിയിക്കുകയായിരുന്നു. ബന്ധുക്കളും കൂടി ഒപ്പം എത്തിയാണ് ഇവരെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവർ പരാതി നൽകുകയും ചെയ്തു. ഇപ്പോൾ പെരുമ്പാവൂർ പോലീസ് അതിൻ്റെ തുടർ നടപടികളും എല്ലാം തന്നെ എടുത്ത് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇത് നീതീകരിക്കാവുന്നതല്ല. നമുക്ക് പെരുമ്പാവൂരിൽ നടക്കുന്ന ഈ പെരുമ്പാവൂരിൽ വലിയ രീതിയിൽ ഈ ലഹരി കച്ചവടങ്ങളുടെ ഒരു കേന്ദ്രമെന്നെല്ലാം തന്നെ പറയുന്നു. കുറച്ച് ദിവസം മുമ്പാണ് അവിടെ ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തുകയും ഇവിടുത്തെ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് സഹകരിക്കണമെന്നെല്ലാം ആഹ്വാനം ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ അവിടെ ആ രീതിയിലുള്ള വിഷയങ്ങൾ ഇതെല്ലാം തന്നെ അവിടെ ഉണ്ട്. ഇതിനിടയിലാണ് ഈ ഒരു സംഭവം നടക്കുകയും ചെയ്യുന്നത്. ഇവരെ ഒരു ആൾക്കൂട്ട വിചാരണ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ കുട്ടികൾ പറയുന്നതനുസരിച്ചുകൊണ്ട് അവർക്ക് ഏതെങ്കിലും രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യുവാൻ അവരെ വിളിച്ചു ചോദിക്കാനോ ബന്ധുക്കളെ അടക്കം വിളിച്ചു ചോദിക്കാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഫാക്ടറി ഉടമയോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതൊന്നുമില്ലാതെ തീർത്തും ഏകപക്ഷീയമായിട്ട് ഇവരെ പിടിച്ചു നിർത്തുകയായിരുന്നു. അത് ഈ രീതിയിൽ ഉള്ള ഒരു പോലീസ് ചമഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഭവിഷ്യത്തിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ആരെയും വിചാരണ ചെയ്യാൻ പാടില്ല. തടഞ്ഞു നിർത്തി സംശയമുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കുകയും അവരെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും എല്ലാം ചെയ്യാം. പക്ഷേ അതല്ലാതെ തീർത്തും പ്രാകൃതമായ രീതിയിലേക്ക് ശിക്ഷ നടപ്പാക്കുന്ന രീതിയിലേക്ക് ഈ ആൾക്കൂട്ടങ്ങൾ പോകുന്നു. അവർ കുട്ടികളെ പിടിച്ചു നിർത്തി അവരെ തലമുണ്ടനം ചെയ്യിക്കുന്നു. അതോടൊപ്പം അവരെ വലിയ രീതിയിൽ മർദ്ദിക്കുന്നു. ഇതെല്ലാം കടന്ന് പോന്നിട്ടും പിന്നീടും അവരെ വിടാനുള്ള ഒരു ഉദ്ദേശമുണ്ടായാലും തീർത്തും അവസരമാകുമ്പോഴാണ് ഈ കുട്ടികളെ മോചിപ്പിക്കുന്നത്. തുടർന്നാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയും തുടർ നടപടികൾ ഉണ്ടാകുന്നത്. ഒരിക്കലും ഇത് അനുവദിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമേ അല്ല. നേരത്തെ ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ നടന്ന ഒരു ഗുണ്ടകളുടെ ഒരു സംഘമടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അന്ന് പോലീസും പറഞ്ഞത്, ആഭ്യന്തരമന്ത്രിയും പറഞ്ഞത് തങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട, ഇതെല്ലാം പോലീസിന് അറിയാം, കാര്യങ്ങൾ ചെയ്യാമെന്നതെല്ലാം തന്നെ പറയുകയും ചെയ്തത്. അതിനിടയിലാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കൂടുതൽ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നവമി, അത് തന്നെയാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ വലിയ പരിശോധനകളാണ് നടക്കുന്നത്. ആഭ്യന്തരമന്ത്രി അടക്കം വരികയും അവിടെ ബോധവൽക്കരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പോലീസിന്റെ ഒരു നിരീക്ഷണം എപ്പോഴും അവിടെയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത് പോലീസിനെ അറിയിക്കുക, അല്ലെങ്കിൽ ഈ യുവാക്കൾക്കെതിരെ അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ ഈ പ്രതികളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ അത് പോലീസിനെ അറിയിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ നിയമം കയ്യിലെടുത്ത് ഇത്രയും ക്രൂരമായ പ്രവൃത്തികൾ നടത്തേണ്ടതുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. അത് തന്നെയാണ് പറയുന്നത്. കാരണം ഇത് പോലീസ് കൃത്യമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. പോലീസ് പരിശോധനകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം ആളുകൾക്ക് ഇതിനോടൊപ്പം സഹകരിക്കണമെന്നുണ്ടെങ്കിൽ പോലീസിനോട് സഹകരിച്ച് അത്തരം കാര്യങ്ങൾ നടപ്പാക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ സംശയമുള്ളതെങ്കിൽ പോലീസിന് വിവരം നൽകുകയാണ് വേണ്ടത്. അതൊന്നുമില്ലാതെ തങ്ങളാണ് പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ചമഞ്ഞ് ഈ രീതിയിലേക്ക് ഇങ്ങനെ ആളുകളെ മർദ്ദിക്കുക, അവരെ തലമൊട്ടയടിക്കുക, ഇതെല്ലാം ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കുകയുമില്ല. ഇത്തരം ഭീഷണികൾ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവൃത്തികൾ മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെയാണ് പോലീസ് പലവട്ടം ആവർത്തിച്ചത് ഈ തൂഫാന് വേണ്ടി പരിശോധന നടത്താൻ തങ്ങൾക്കറിയാമെന്നത് പോലീസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ആൾക്കാർക്ക് ഇതിൻ്റെ ഭാഗമാകാം, തൂഫാൻ വാരിയേഴ്സ് ആകാം, പക്ഷേ ഇതുപോലെ ആളുകളെ പരസ്യ വിചാരണ ചെയ്തുകൊണ്ട് അവരെ ദേഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് അവരെ തലമൊട്ടയടിച്ചുകൊണ്ട് ഇതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് തൂഫാൻ വാരിയേഴ്സ് ആകണമെങ്കിൽ ഈ ആളുകളെ സംശയമുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് പോലീസിന് വിവരം അറിയിക്കുക. പോലീസ് അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് നിയമാനുസൃതം ചെയ്യട്ടെ. ഇതേപോലെ തന്നെ ഈ ആൾക്കൂട്ട വിചാരണയിലേക്ക് പോകാതെ ആളുകളെ ഉപദ്രവിക്കാതെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുമല്ലോ. പിന്നെ എന്തിനാണ് ഈ രീതിയിലുള്ളൊരു പോലീസിങ് ചമയുന്നത്, ഒരു മോറൽ പോലീസിങ് ചമയുന്നത് എന്നതാണ് ചോദ്യമാകുന്നത്. ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകണം. മാതൃകാപരമായി അവരെ ശിക്ഷിക്കണം. കാരണം ഇത് ഒരു സ്ഥലത്ത് തുടങ്ങിയാൽ മറ്റ് പല സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ ആവർത്തിക്കപ്പെടാനുള്ളൊരു സാഹചര്യവും സാധ്യതയും എല്ലാം തന്നെ നമുക്ക് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാനും കഴിയേണ്ടതുണ്ട്. നവമി, ശരി. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. കാപ്പ കേസിൽ ജയിലിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ സുഗതന് ഒരു ദിവസത്തെ ജാമ്യം.
സത്യപ്രതിജ്ഞ അസാധുവാക്കിയ സാഹചര്യത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ജാമ്യം അനുവദിച്ചത്. ജൂലൈ 13 വൈകിട്ട് 5 മണി മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെയാണ് നെടുമങ്ങാട് കോടതി ജാമ്യം അനുവദിച്ചത്. അതേസമയം കാപ്പ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാലേ സുഗതന് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നിതിൻ മോഹൻ ചേരുന്നുണ്ട്. നിതിൻ, എന്തൊക്കെയായിരുന്നു ഇന്ന് കോടതിയിൽ നടന്ന പ്രധാനപ്പെട്ട വാദം? നവമി, കുറച്ച് ദിവസങ്ങളായി നാടകീയമായ രംഗങ്ങളാണ് ഒരു കൗൺസിലറിന്റെ പേരിൽ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ജൂലൈ 1 തീയതി വിയൂർ സെൻട്രൽ ജയിലിലായിരുന്ന സുഗതനെ കോടതി ജാമ്യത്തിന് പരിഗണിച്ചതാണ്. അത് 2 കേസുകളിലാണ്. ഒന്ന് ഈ പറയുന്ന അമ്പലപ്പറമ്പിൽ അടിയുണ്ടാക്കിയ ഒരു അടിപിടി കേസിലും CPM പ്രവർത്തകനെ ആക്രമിച്ച ഒരു കേസിലും, പിന്നീട് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ പോലീസുകാരെ മർദ്ദിച്ച കേസിലുമാണ് കോടതി അന്ന് പരിഗണന നൽകിയത്. അന്ന് വൈകുന്നേരം 4 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം വരെ പോലീസ് കസ്റ്റഡിയിൽ സുഗതനെ അന്ന് വിട്ടു നൽകിയതാണ്. എന്നിട്ട് പിറ്റേ ദിവസം കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചുവെങ്കിലും അതും തള്ളുകയാണ് ഉണ്ടായത്. എന്നിട്ട് വീണ്ടും ഇന്ന് ഈ പറയുന്ന രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടി സുഗതനെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. അതിൽ ഈ കോടതി സുഗതനെ ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചത്. അതിൽ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം. അതിൽ ജൂലൈ 13 വൈകിട്ട് 5 മണി മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പക്ഷേ സത്യപ്രതിജ്ഞയ്ക്ക് കുറച്ച് കടമ്പകൾ കൂടിയുണ്ട് നവമി. കാരണം ആർ സുഗതൻ നിലവിലൊരു കാപ്പ കേസ് പ്രതിയാണ്. അതിൽ കാപ്പ കോടതി വിധിച്ചത് പ്രകാരം 6 മാസത്തേക്ക് കോടതി ജില്ലയിൽ പ്രവേശിക്കാൻ ഈ പറയുന്ന സുഗതന് അനുവാദമില്ല. അപ്പോൾ എങ്ങനെ സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുക്കുമെന്നുള്ളൊരു ആശയക്കുഴപ്പം നിലവിലുണ്ട് നവമി. നിതിൻ, അങ്ങനെയാണെങ്കിൽ സുഗതന്റെ ഈ കാപ്പ കേസിലെ ജാമ്യം കൂടി ലഭിക്കേണ്ടതുണ്ട്. അത് ഹൈക്കോടതിയിലേക്ക് പോകാൻ തന്നെയാണോ സുഗതൻ തീരുമാനിച്ചിരിക്കുന്നത്? അതെ, ഇതിപ്പോൾ ഹൈക്കോടതി ജാമ്യം നൽകിയാൽ മാത്രമേ, കാരണം നമുക്കറിയാം 20 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരു ആവശ്യകത തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായിരുന്നു. അതിൽ 19 കൗൺസിലർമാർ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്തുള്ളൂ. അതിലൊരാൾ ഈ പറയുന്ന സുഗതനാണ്. ഇപ്പോൾ തന്നെ BJP ഭരണസമിതി കൊണ്ടുപോകുന്നത് തന്നെ ഒരു സ്വതന്ത്രനെ കൂട്ടുപിടിച്ചാണ്. അപ്പോൾ സുഗതൻ എന്ന് പറയുന്നത് ഒരു വിലപ്പെട്ട സുഗതൻ്റെ സീറ്റ് അല്ലെങ്കിൽ സുഗതൻ്റെ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് വിലപ്പെട്ടതാണ്. അപ്പോൾ അവർ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നവമി. ശരി, നിതിനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സുഗതന് 2 കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അതേസമയം കാപ്പ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ മാത്രമേ സത്യപ്രതിജ്ഞയ്ക്കായി എത്താൻ കഴിയുകയുള്ളൂ. അതിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതിയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതി. നടുറോഡിൽ യാത്രക്കാരന്റെ മൂക്കിടിച്ച് തകർത്ത സംഭവത്തിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ നൂർനാട് സ്വദേശി ശ്രീകുമാറിനെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാതയിൽ വൈറ്റിലയ്ക്കും പാലാരിവട്ടത്തിനുമിടയിൽ ഗീതാഞ്ജലി ജംഗ്ഷനിൽ വെച്ചാണ് സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കത്തിൽ ഇടപ്പള്ളി സ്വദേശി ഷംഷീർ ഇടപെട്ടത്. ഇതിനിടയിൽ ശ്രീകുമാർ കയ്യിൽ നാണയം ചുരുട്ടിപ്പിടിച്ച് മുഖത്തിടിക്കുകയായിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഡാനി, എന്താണ് ഈ യാത്രക്കാരനെ മർദ്ദിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? നവമി, കൊച്ചിയിലെ ഈ നിരത്തുകളിൽ സ്വകാര്യ ബസ്സുകാർ തമ്മിലുള്ള മത്സരോട്ടം, അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, വാഗ്വാദങ്ങൾ, ഇതൊന്നും പുതിയ കാര്യമല്ല. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത്, കാരണം ഇവരൊരു കയ്യാങ്കൾ, ഏത് സമയവും ആരെയും ആക്രമിക്കുന്ന രീതിയിലേക്കെല്ലാം പലപ്പോഴും ഈ കാര്യങ്ങൾ മാറാറുണ്ട്. ചോദ്യം ചെയ്യുന്നവരെ നടു റോഡിൽ വെച്ച് അടിക്കാൻ പോയ സംഭവങ്ങളുണ്ടാകുന്ന, ഇവർ തമ്മിൽ അടിയുണ്ടാക്കും, അതല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നവരോട് അടിയുണ്ടാക്കും. അങ്ങനെ അത് അവരുടെ നിത്യേന സംഭവമായിട്ടൊക്കെ തന്നെയാണ് പലപ്പോഴും കാണുന്നത്. കാരണം ഇതിലൊരു വലിയ ആക്ഷേപം ഉയരുന്നത്, പലരും തന്നെ ഈ വണ്ടിയിലെ ജോലി, അതായത് ഡ്രൈവിങ്ങും മറ്റേ ക്ലീനറും കണ്ടക്ടറും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് പല ഗുണ്ടാ സംഘങ്ങൾക്കാണ് എന്നൊരു പറച്ചിൽ പോലും ആ നാട്ടിലുണ്ട്. കാരണം ഇവരുടെ പെരുമാറ്റം ആ രീതിയിലാണ്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം അത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇതിൽ മത്സരയോട്ടം നടു റോഡിൽ, അതായത് എടപ്പള്ളി ബൈപ്പാസ്, എടപ്പള്ളി വൈറ്റില വരെ വരുന്ന ബൈപ്പാസ് റോഡിലാണ് ഗീതാഞ്ജലി ജംഗ്ഷൻ വരുന്ന. അവിടെ വെച്ചാണ് നടു റോഡിൽ വാഹനങ്ങൾ തമ്മിൽ മത്സരയോട്ടം നടത്തി പിന്നീട് അത് അടിയിലേക്ക് പോകുമ്പോൾ
അതിൽ വഴിയാത്രക്കാരനായ അല്ലെങ്കിൽ അതിൽ യാത്രക്കാരനായ ഒരാളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാൻ ചെല്ലുന്നത്. നമ്മൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ എന്താണെന്ന് തിരക്കി ചെല്ലുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ആളുകൾ ഒരു വിഷയത്തിൽ ഇടപെടാത്തത് എന്നത് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് അതിനുത്തരം. കാരണം അയാളെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇയാളെ കയ്യിലെ ഈ കണ്ടക്ടർമാർ ബസ്സിലെ ഈ വിരലുകൾക്കിടയിൽ ചില്ലറകളൊക്കെ തിരികെ വയ്ക്കുന്ന ശീലങ്ങളുണ്ട്. അവർക്ക് എളുപ്പത്തിൽ എടുത്തു കൊടുക്കാവുന്ന രീതിയിൽ ഇത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആ ചില്ലറകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അയാളുടെ മുഖത്തിടിക്കുകയായിരുന്നു. അയാളുടെ മൂക്കിനും എല്ലാം തന്നെ സാരമായ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അയാൾ ആ ബസ്സിൻ്റെ ഡോറിനോട് ചേർത്ത് നിർത്തി ഇടിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒരാളും അതിനിടെ പിടിച്ചു മാറ്റാനോ ചോദിക്കാനോ ഒന്നും ചെല്ലാത്ത അങ്ങേയറ്റം നിസ്സഹായമായൊരവസ്ഥ കൂടി അവിടെയുണ്ട്. അതുകൂടി നമ്മൾ കാണേണ്ടതാണ്. കാരണം ഒരാളും ഇടപെടാൻ അവനവൻ്റെ കാര്യം നോക്കി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ഇത്തരം ഗുണ്ടാ സംഘങ്ങളെ അഴിഞ്ഞാടാൻ വിടാതെ അടിച്ചമർത്തുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകണം. ബസ് ജീവനക്കാരനാണെന്ന് പറയുന്നു. ബസ് ജീവനക്കാർക്ക് കൃത്യമായ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അവരുടെ കാര്യങ്ങൾ അവരുടെ ഈ വെരിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അല്ലാതെ ഇങ്ങനെ അഴിഞ്ഞാട്ടത്തിനെ വിട്ടുകൊടുക്കാനായിട്ട് ഒരു ബസ് മുതലാളിയോ ആരെങ്കിലും കയറട്ടെ, ജീവനക്കാരൻ കയറട്ടെ എന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വന്നിരിക്കും. ഏതായാലും അയാളെ നമ്മുടെ പോലീസ് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പൊക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. കാരണം ഇതിൽ ഇനിയിപ്പോൾ മറ്റു ജീവനക്കാരുടെ പങ്കും കൂടി അന്വേഷിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണാൻ അവർ താഴെ കിടക്കുന്ന ചില്ലറ പെറുക്കാനെല്ലാമാണ് ശ്രമം നടത്തുന്നത്. അതെല്ലാം പെറുക്കിക്കൂട്ടാനാണ് ശ്രമം നടത്തുന്നത്. മറ്റൊന്നും അവിടെ ശ്രമിക്കുന്നില്ല എന്നതാണ്. ഓടി നടന്ന അയാളും അയാളുടെ സഹായി ചേർന്ന് അവർ വഴിവക്കിൽ ചിതറിപ്പോയ ചില്ലറ തൂട്ടുകളെല്ലാം തന്നെ തിരിച്ച് പെറുക്കിയെടുക്കുന്നുണ്ട്. അതിനിടയിൽ അവർ തല്ലി വീഴ്ത്തിയ ഒരാൾ കൂടി അവിടെ ബസ്സിൽ ചാരി നിർത്തിയിട്ടുണ്ട്. പാവം. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്ന പോലീസ് നടപടിയെടുത്തിട്ടുണ്ട് എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ കൃത്യമായ രീതിയിൽ ഇടപെടൽ ആ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൽ ഉണ്ടാകണം. കാരണം ഇതുപോലെ ക്രിമിനൽ സംഘങ്ങളെ അഴിഞ്ഞാടാനായിട്ട് വിടരുത്. നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും ഇവർക്കെതിരെ നടപടികളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വഴിവക്കിലേക്കും ഇറങ്ങി നിന്നാൽ നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ ആക്രോശിച്ച് അലറി വിളിച്ചു പോകുന്ന സ്വകാര്യ വസ്തുക്കളുടെ തേർവാഴ്ചയാണ് കൊച്ചി നഗരത്തിൽ പലപ്പോഴും നടക്കുന്നത്. കർശനമായ നടപടികൾ ഇതിലുണ്ടാകേണ്ടതാണ്. അതെ, ഡാനി പറഞ്ഞത് തന്നെയാണ്. നമ്മൾ നിരത്തിലിറക്കുമ്പോൾ ദിവസേന നമ്മൾ അനുഭവിക്കുന്നതാണ് ഈ ബസ് ഡ്രൈവർമാർ എത്ര വേഗത്തിലാണ് വാഹനം ഓടിക്കുന്നത്. ഇരുചക്ര വാഹനക്കാരായാലും നടന്ന് യാത്രക്കാരായാലും അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട്, ജീവന് തന്നെ അപകടമുണ്ടാക്കുന്ന തരത്തിൽ നമ്മൾ എന്തെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്ന അസഭ്യ വർഷവും അല്ലെങ്കിൽ പിന്നീട് ആക്രമിക്കാൻ വരുന്നതും ഒക്കെ സ്ഥിരം കാഴ്ചയാണ്. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ പോലീസ് എത്രമാത്രം കാര്യക്ഷമമായി ഇതിലൊക്കെ ഇടപെടുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യവും. കാരണം മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് ഒരു നടപടി എടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ കൊച്ചി നഗരത്തിൽ എത്രമാത്രമാണ് ഈ കാര്യക്ഷമമായി പോലീസോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പോ ഇതിലൊക്കെ ഇടപെടുന്നത്? ഒരു രീതിയിലും നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത രീതിയിൽ ഇതിൽ നഗരത്തിൻ്റെ തിരക്കുകളിൽ നമുക്ക് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നവമിയും വാഹനം ഓടിക്കുന്ന ഒരാളാണ്. നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അത്തരം അനുഭവങ്ങൾ സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ടാകും. കാരണം ഇത് ഇവരെ ഭരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എന്ത് ദാനമായി കിട്ടിയ ഒരിടത്ത് മറ്റുള്ളവർ കൂടി വണ്ടി ഓടിച്ചോട്ടെ എന്നെല്ലാം തന്നെ പറയാം. അവരെ സ്വന്തമായി എടുത്ത് നമ്മൾ നമുക്കെന്തോ സൗകര്യം ചെയ്തു തരുന്ന പോലെയാണ് പലപ്പോഴും പെരുമാറുന്നത്. കാരണം തൊട്ടടുത്ത വാഹനം വന്ന് ഹോണടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഡോറിൽ അടിച്ച പേടിപ്പിക്കുക. ഇരുചക്ര വാഹനങ്ങളെല്ലാം തന്നെ ഈ വഴിമാറി പോയില്ലെങ്കിൽ വലിയ ദുരന്തമാണ്. കാരണം ഇവർ വരുമ്പോൾ തന്നെ ഈ പച്ച വണ്ടിയും നീലയെല്ലാം തന്നെ വരുമ്പോൾ തന്നെയും മാറ്റി ഒതുക്കി കൊടുത്തില്ല, അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഉരയ്ക്കുന്ന അവസ്ഥയിൽ കാറിന് കൊണ്ടുവന്ന് പറ്റിയെ കൊണ്ടുവന്ന് വയ്ക്കുക. ഇതെല്ലാം തന്നെ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ പറയുകയാണ്. കാരണം ഇവരെയൊക്കെ നിലക്ക് നിർത്തേണ്ട സമയമുണ്ട്. കാരണം ഒരു പെരുമാറ്റച്ചട്ടം ഇതിൽ കൃത്യമായി കൊണ്ടുവരേണ്ടതാണ്. മറ്റുള്ളവർ കൂടി അവകാശപ്പെട്ടതാണ് ഈ നിരത്തുകളെന്ന പൊതുബോധ്യമെങ്കിലും ഇവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിൽ കളക്ഷൻ ഉണ്ടാക്കി കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ഇവരെ അയക്കുന്ന ഒരു കൊട്ടേഷൻ സംഘങ്ങളായിട്ടൊന്നും ഈ തൊഴിലാളി സംഘങ്ങളെ കാണരുത്. അങ്ങനെ നമ്മൾ പൊതുവിൽ അങ്ങനെ കാണുന്നുമില്ല. പക്ഷെ പലരുടെയും പെരുമാറ്റം ഈ രീതിയിലുള്ളതാണ്. അവർക്ക് വളരെ സുരക്ഷിതമായൊരിടത്താണ് ബസ് എന്ന് പറയുമ്പോൾ താരതമ്യേന സുരക്ഷിതമായൊരിടമാണ്. കാരണം ഇത്തരം അപകടങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഒരു ബസ് ഡ്രൈവർക്കോ ക്ലീനർക്കോ പരിക്ക് പറ്റിയെന്ന കാര്യം. കാരണം അവർ വളരെ സുരക്ഷിതമായൊരിടത്താണ് വരുന്നത്. ബാക്കിയുള്ളവർക്ക് ഈ ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ക്യാമറ സംവിധാനങ്ങളെല്ലാം തന്നെ വന്നത്. കുറച്ചെങ്കിലും അതിൽ ഇവരെ ഒരു ഇളവ് അതിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അതൊന്നുമല്ല, ഈ പെരുമാറ്റം അങ്ങേയറ്റം അരോചകമാകുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട്. പുറത്തുകൂടി വാഹനം ഓടിക്കുന്നവർ അവരെ കൂടി കണക്കിലെടുക്കണം. അവരും ഇവിടെയുള്ളവരാണ് എന്ന
ഒരു ബോധ്യവുമില്ലാതെയാണ് പലപ്പോഴും ഇവരൊരു പെരുമാറ്റം എന്നെല്ലാം തന്നെ പറയുമ്പോൾ നിയന്ത്രിക്കേണ്ടവരെ നിരത്തുകളിൽ നിയന്ത്രിക്കുക തന്നെ വേണം. അതിലൊരു കോംപ്രമൈസും ആരും ചെയ്യാനും പാടില്ല. നവമി. ഡാനി, ഒപ്പം ഈ മത്സരയോട്ടം പലപ്പോഴും ഈ സമയത്തിന്റെ പേരിലാണ്. നമ്മൾക്കറിയാം, ഇവർ പറയുന്ന ന്യായീകരണം ഞങ്ങൾക്ക് കുറച്ച് സമയമേ ഉള്ളൂ, ആ സമയത്തിൽ ഓടി എത്തണമെന്നാണ്. അതിനിടയിൽ ആർക്കൊക്കെ അപകടം പറ്റിയെന്ന് പോലും അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ര മരണപ്പാച്ചിലാണ് ഇവർ നിരത്തിക്കൂടി ഓടുന്നത്. അത് പലതവണ ഗതാഗത വകുപ്പായിക്കോട്ടെ, മോട്ടോർ വാഹന വിഭാഗമായിക്കോട്ടെ, ഇതെല്ലാം പല ആവർത്തി മാധ്യമപ്രവർത്തകരുടെ, നമ്മളടക്കം അല്ലെങ്കിൽ സാധാരണക്കാരടക്കം പരാതി പറഞ്ഞിട്ടുണ്ട്, നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം നമ്മുടെ ഗതാഗത വകുപ്പിന് കണ്ടെത്താൻ കഴിയാത്തത്? ഗതാഗത വകുപ്പ് കാര്യക്ഷമമായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് കണ്ടെത്താനാവാത്തത്. കാരണം ഇവരെല്ലാം പറയുന്നു ബസ് വ്യവസായം നഷ്ടത്തിലാണ്, അതുകൊണ്ട് ഇങ്ങനെ ഓടേണ്ടി വരുന്നു. ബസ്സുകൾക്ക് ഒരു കുറവും ഇവിടെയില്ല. ബസ്സുകൾക്ക് ആവശ്യത്തിന് ബസ് കാര്യങ്ങളും എല്ലാം തന്നെ നിരത്തുകളിലേക്ക് എല്ലാം തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ KSRTC വന്ന പ്രിയദർശിനി സംവിധാനം വന്നത് കുറച്ചെങ്കിലും അവർക്ക് കുറവുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മറ്റ് വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. എന്തുകൊണ്ടാണ് ഇതെല്ലാം തന്നെ സർവീസ് നടത്തുന്നുണ്ട്, ഇതെല്ലാം തന്നെ പോകുന്നുണ്ട്, പല റൂട്ടുകളിലും എല്ലാം പോകുന്നുണ്ട്. ഇവരുടെ മത്സരയോട്ടമാണ് അങ്ങേയറ്റം, ഈ സമയം എത്തിപ്പിടിച്ച് പോകുന്ന മത്സരയോട്ടം. ഇതൊന്നും ശാസ്ത്രീയമായി ഇതൊന്നും ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ ഇത് ആരെയാണ് പരിഹസിക്കുന്നത്? ഇവരെല്ലാം തന്നെ ഇത് മോട്ടോർ വാഹന വകുപ്പും അതിൽ ഇളഭ്യരാകുകയാണ്. കാരണം ഇവർക്കെല്ലാം ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ബസ് വ്യവസായം തന്നെ നിയന്ത്രിച്ചു പോകുന്നു. ഇതിൻ്റെ ഒരു സമയവും കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. പറ്റാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ പറ്റില്ല എന്ന് തന്നെ ധരിച്ച് അവർ നിൽക്കുന്നത് കൊണ്ടാണ്. അതിലെല്ലാവരുടെയും അലംഭാവമുണ്ട് കൃത്യമായിട്ട് തന്നെ. ഇതൊരു പെരുമാറ്റച്ചട്ടം അടക്കം പാലിക്കേണ്ടതുണ്ട്. ഒരു ബസ് അതിലെത്ര പേർ ഒരു ദിവസം 100 കണക്കിന് പേർ കയറി ഇറങ്ങുന്ന ഒരു ഇടമാണ്. ഇതിൽ നന്നായി പെരുമാറുന്നവരുണ്ട്, ഒരു സംശയവുമില്ല. അതെല്ലാം നമ്മൾ കോട്ട് ചെയ്യുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൽ ട്രാഫിക് ഉദ്യോഗസ്ഥർ ഒരു കുട്ടിയുടെ അന്യസംസ്ഥാന ഒരു ഉദ്യോഗാർത്ഥിയുടെ ബാഗ് അടക്കം കണ്ടുപിടിച്ച് അത് നഷ്ടപ്പെട്ട് ബസ്സിനകത്ത് പോയിട്ട് കൃത്യമായി എടുത്തി കൊടുക്കാനായിട്ട് ആ ഉദ്യോഗസ്ഥരെ സഹായിച്ചത് ഈ ബസ്സിലെ ജീവനക്കാരായ സുഹൃത്തുക്കൾ തന്നെയാണ്. അങ്ങനെ നല്ല വശങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അവരെല്ലാം കരുതേക്കാൻ ഇതുപോലുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ട്. അതിൽ അവരെ അടക്കം ഇതിലേക്ക് കൊണ്ടുവരേണ്ടതാണ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ കൃത്യമായ നടപടികളെടുത്തുകൊണ്ട് തന്നെ പോകേണ്ടതാണ്. അഴിഞ്ഞാടാൻ ഇവരെ നിരത്തുകളിൽ അനുവദിക്കരുത്. നമ്മൾ തന്നെ എത്രയോ വട്ടം പലവട്ടം കൊച്ചി നഗരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ ജീവനക്കാർ തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്ന, തമ്മിൽ തല്ലുന്ന, അത് ചോദിക്കാൻ ചെല്ലുന്ന യാത്രക്കാരോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന എത്രയോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. എത്രയോ യാത്രക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാം. ഒരു ടിക്കറ്റിൻ്റെ ബാക്കി ചോദിച്ചാൽ അത് ചോദിക്കാൻ പേടിച്ച് ചോദിച്ച് ചെല്ലുന്ന, വിട്ടൊക്കെ ചോദിച്ച് ചെല്ലുന്ന പോലത്തെ അനുഭവങ്ങൾ എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്. ആക്രോശിച്ച് അവർക്ക് കയ്യിലേക്ക് അപ്പോഴും അത് കൊടുക്കാൻ ഇല്ലാത്ത രീതിയിലേക്ക് അവരോട് പെരുമാറുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ഇതിൽ കൃത്യമായ ഒരു പെരുമാറ്റ സംവിധാനങ്ങൾ ഇവർക്കെല്ലാം തന്നെ ഏർപ്പെടുത്തേണ്ടതുമാണ്. നവമി. അതെ, എന്തായാലും ഗതാഗത വകുപ്പ് കുറച്ചുകൂടി ഇക്കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇടപെടേണ്ടതുണ്ട്. കാരണം നിരത്തിൽ ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുണ്ടാ വിളയാട്ടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു യാത്രക്കാരനെയാണ് ഇത്രയും ക്രൂരമായി മർദ്ദിച്ചത്. ഈ ഗുണ്ട വിളയാട്ടത്തിന് ഒരു അറുതി വന്നേ മതിയാകൂ. യാത്രക്കാരുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ഈ സ്വകാര്യ ബസ്സുകളെ അതിനെ നിലയ്ക്ക് നിർത്തിയേ മതിയാകൂ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ഡാനി പോൾ. പാലക്കാട് കൊപ്പത്ത് പിടിയിലായ 6 അംഗ കവർച്ചാ സംഘവുമായി തെളിവെടുപ്പ് നടത്തി. ക്ഷേത്രത്തിലും വീടുകളിലും നിന്ന് മോഷ്ടിച്ച സാധനങ്ങൾ കണ്ടെത്തി. ആലൂർ സ്വദേശികളായ ആദിത്യൻ, മുഹമ്മദ് ഷിബിൽ, അശ്വിൻ, ശ്രീഹരി, നവദത്ത, വൈഷ്ണവ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, തെളിവെടുപ്പ് പൂർത്തിയായോ? പ്രതികൾ ഈ മോഷണ സാധനങ്ങളെല്ലാം തന്നെ പോലീസിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? നവമി, തീർച്ചയായും ഇന്നലെയാണ് പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടിയത് സബ് ജയിലിൽ നിന്നും. ഇന്ന് ഉച്ചയോടുകൂടി, ഇന്നലെ പകലും വൈകുന്നേരവും തെളിവെടുപ്പ് നടത്തി കൊപ്പം കരിപ്പവണ്ണ ക്ഷേത്രത്തില്. തുടർന്ന് ഇന്ന് രാവിലെ തിരുവേപ്പുറ, ചെമ്പ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ വീടുകളിൽ മോഷണം നടത്തിയിരുന്നു ഇവർ. അവിടെയും എത്തിച്ച് ഇവരെ കൊണ്ട് തെളിവെടുപ്പ് നടത്തി കാര്യങ്ങളൊക്കെ വിശദമായി പോലീസ് ചോദിച്ചറിഞ്ഞു. തുടർന്ന് ഇന്ന് ഉച്ചയോടുകൂടി പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പട്ടാമ്പിയിൽ കോടതിയിൽ വീണ്ടും ഹാജരാക്കി. ഇന്ന് വൈകുന്നേരത്തോടെ ഇവരെ വീണ്ടും റിമാൻഡ് ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്, 2 മാസം മുമ്പ് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് കൊപ്പം കരിപ്പമണ്ണ ക്ഷേത്രം
അവിടെ ഒരു മോഷണം നടക്കുന്നു. അവിടുത്തെ ഓർത്തുടലുകൾ, വിലപിടിപ്പുള്ള പാത്രങ്ങളാണ് മോഷണം പോയത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സമീപ പ്രദേശമായ തിരുവേപ്പുറ, ചെമ്പ്ര എന്നിവിടങ്ങളിലും വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടന്നു. അവിടെ നിന്നും പാത്രങ്ങളും അടയ്ക്കാശേഖരം, അടയ്ക്ക വിറ്റ് ജീവിക്കുന്ന ആൾക്കാരുടെ, വ്യാപാരികളുടെ ഒക്കെ വീടുകളിൽ മോഷണം നടത്തി. വലിയ അടയ്ക്കാശേഖരമൊക്കെയാണ് ഇവർ കവർന്നത്. തുടർന്ന് ഈ മോഷണ മാസങ്ങൾക്ക് ശേഷം ഈ മോഷണ സാധനങ്ങൾ തൃത്താല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കേന്ദ്രത്തിൽ വിൽക്കാനായി എത്തിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് സംഭവത്തിന്റെ ചുരുളയുന്നത്. ഈ സാധനങ്ങൾ കണ്ട് സംശയം തോന്നിയ വ്യാപാരി പോലീസിനെ അറിയിക്കുകയായിരുന്നു. തൃത്താല പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് ഉടൻ തന്നെ എത്തി. ആ സമയം 3 പേരാണ് ഈ സാധനങ്ങൾ വിൽക്കാൻ എത്തിയത്. ഈ സംഘത്തിലെ 6 പേരടങ്ങുന്ന സംഘമാണ് മോഷണം നടത്തി വന്നിരുന്നത്. ഈ പോലീസ് എത്തി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് മോഷണം നടത്തിയ മുതലുകളാണ് എന്ന് മനസ്സിലാവുന്നത്. കാരണം ക്ഷേത്രങ്ങളിലെ പാത്രങ്ങൾ വ്യത്യസ്തമായി മനസ്സിലാവും കച്ചവടക്കാർക്കൊക്കെ തന്നെ. അതുപോലെ തന്നെ അടക്കിയൊക്കെ എത്തിക്കുമ്പോൾ സംശയം യുവാക്കളാണ്. ഏറെ ശ്രദ്ധേയമായ കാര്യം, 19 വയസ്സിനും 22 വയസ്സിനും ഇടയിലുള്ളതാണ് ഈ 6 പേരും. ഈ 6 പേരും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി കാലഘട്ടത്തിൽ സഹപാഠികളാണ് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. അന്ന് മുതൽ തന്നെ ഉള്ളൊരു കൂട്ടുകെട്ട് ഇപ്പം മോഷണത്തിലും ഉണ്ടായിരിക്കുകയാണ്. പോലീസുകാർ തന്നെ ഞെട്ടിച്ച സംഭവം അറിയിരുന്നു. തുടർന്നാണ് ഈ പോലീസിനെ ചോദ്യം ചെയ്യലിൽ ഈ 3 പേർ കുറ്റം സമ്മതിക്കുകയും ഈ 3 പേരിലൂടെ മറ്റു 3 പേരെ കൂടി പിടികൂടുകയുമായിരുന്നു. നവമി. വിഷ്ണു, എന്തായാലും ഈ സുഹൃത്തുക്കളാണ്, ഒന്നിച്ച് പഠിച്ചവരാണ്. ആ സൗഹൃദം അവർ മോഷണത്തിലും കൈവിട്ടില്ല. ഒന്നിച്ച് നിന്ന് മോഷണ ശ്രമം നടത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇവർ മുൻപും ഇത്തരത്തിലുള്ള മോഷണ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു, അതോ ആദ്യമായിട്ട് നടത്തിയ മോഷണം കൈയോടെ പിടികൂടിയതാണോ? നവമി, ഒരിക്കലുമല്ല. കാരണം മാസങ്ങൾക്ക് മുൻപ് ഈ മോഷണങ്ങൾ ഒരുമിച്ചുണ്ടാവുന്നല്ല. ക്ഷേത്രത്തിൽ മോഷണം നടത്തുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റിടങ്ങളിൽ മോഷണം നടത്തുന്നു. വ്യക്തത വരാത്തൊരു കാര്യം എന്താ വെച്ചാൽ, പുറത്തു വരാത്തൊരു സംഭവം തൃത്താല മേഖലയിലും പട്ടിത്തറ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വിവിധ മോഷണം നടന്നിട്ടുണ്ട്. അതിലും ഉൾപ്പെട്ടവരാണ് ഇവരെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും സ്ഥിരീകരിക്കാത്ത ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ കാലങ്ങളായി മോഷണം പ്ലാൻ ചെയ്ത്, സഹപാഠികളാണ്, സുഹൃത്തുക്കളാണ്, കട്ട സുഹൃത്തുക്കൾ എന്ന് പറയുന്ന പോലെ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ഒരുമിച്ച് മോഷ്ടിക്കാൻ കയറി അത് തമ്മിൽ പിരിയാതെയും തെറ്റാതെയൊക്കെ വിൽപ്പന നടത്താനും ഒക്കെ പ്ലാൻ ചെയ്ത് വലിയൊരു പ്ലാനിങ് നടത്തുന്ന ഒരു മോഷണ സംഘമായിട്ട് മാറിയതാണ് പോലീസുകാരെ അടക്കം അത്ഭുതപ്പെടുത്തിയ സംഭവം. നവമി. ശരി, വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സുഹൃത്തുക്കൾ ചേർന്നാണ് ഇപ്പോൾ കൊപ്പത്ത് മോഷണ ശ്രമം നടത്തുകയും പിന്നീട് അത് പോലീസ് പിടികൂടുകയും ചെയ്ത് പ്രതികളുമായിട്ടുള്ള തെളിവെടുപ്പും പൂർത്തിയായി. ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ നടന്ന കോറോ ഹെൽത്തിൽ സമവായ ചർച്ച നാളെ. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ കൊച്ചിയിലാണ് ചർച്ച നടക്കുന്നത്. അനുരഞ്ജന ശ്രമം തുടരുവാനും കമ്പനി പ്രതിനിധികളോട് യോഗത്തിൽ പങ്കെടുക്കുവാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കോറോ ഹെൽത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. IT മേഖലയിൽ തൊഴിൽ സംഘടനകൾക്ക് രൂപം നൽകുമെന്ന് ബി ശിവൻകുട്ടി പറഞ്ഞു. ഒരു സ്ഥാപനം അടച്ചുപൂട്ടണമെങ്കിൽ ഗവൺമെന്റ് മുൻകൂർ അനുവാദം വാങ്ങണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഈ സ്ഥാപനം ഗവൺമെന്റ് മുൻകൂർ അനുവാദം വാങ്ങാതെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നടപടി വരുന്ന തൊഴിലാളികളെ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയ ശേഷം അവരെ പറഞ്ഞുവിടുക എന്നുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതൊന്നും തൊഴിൽ നിയമങ്ങളിൽ പറയുന്ന കാര്യം മാത്രമല്ല, തൊഴിലാളി വിരുദ്ധ നടപടി കൂടിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം IT മേഖലയ്ക്ക് ഒരു പരിഗണനയാണ് പൊതുവിൽ എല്ലാവരും കൊടുക്കുന്നത്. ഇവിടെ നടന്ന സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ IT മേഖലയിലുള്ള ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംഘടനകൾ രൂപീകരിക്കുന്നത് സംബന്ധിച്ചിടത്തോളം CAT ആലോചിക്കുന്നതാണ്. ഇവരെ നാളെ നടക്കാൻ പോകുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റ് എല്ലാ നിയമ നടപടികളും സ്വീകരിച്ച് ഈ തൊഴിലാളികൾക്ക് അവർക്ക് വീണ്ടും അവരെ നിയമിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഈ പ്രശ്നം തീരുന്നവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹാരം കാണുന്നവരെയുള്ള സമരങ്ങളുമായി CATയും യോജിക്കാൻ കഴിയുന്ന മറ്റു സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഞങ്ങളോട് സൂചിപ്പിക്കുകയാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, നാളത്തെ
ചർച്ചയിൽ പ്രതീക്ഷയോടെയാണ് ജീവനക്കാർ കാത്തിരിക്കുന്നത്. പ്രതിനിധികൾ എത്തുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്ക നിലനിന്നിരുന്നു. ഇന്നലെ മന്ത്രി അടക്കം അത് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നെന്തായാലും ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സ്ഥാപനത്തിന്റെ പ്രതിനിധികൾക്ക് വന്നു തന്നെയല്ലേ മതിയാകൂ? നവമി, നിലവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് കമ്പനി പ്രതിനിധികൾ. കാരണം ഇതിൽ ഹൈക്കോടതിയിലേക്ക് പോയതും അവർ തന്നെയായിരുന്നു. അതാണ് ഇതിൽ ഒരു വൈരുദ്ധ്യമെന്ന് പറയുന്നത്. അവർ ഈ നിലവിലുള്ള തൊഴിലാളി സംഘടനകളുടെ ഒരു ഇടപെടൽ, ലേബർ ഓഫീസറുടെ, തൊഴിൽ വകുപ്പിൻ്റേതടക്കമുള്ള ഇടപെടൽ അന്യായമാണ്. അവർക്കിതിൽ അവകാശമില്ല. തങ്ങളോട് അവിടുത്തെ ഓഫീസ് തുറന്നു കൊടുക്കാനടക്കം നിർദ്ദേശിച്ചത് നിലവിലെ നിയമങ്ങൾക്കെതിരാണ് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കോറോ മാനേജ്മെൻറ്റ് ഹൈക്കോടതിയിലേക്ക് പോയത്. അതിൽ ഹൈക്കോടതി എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഈ വിഷയത്തിൽ അത്ര കണ്ട് അങ്ങനെ ഇടപെടാൻ സാധിക്കുകയില്ല. പകരം ഇതിൽ അനുരഞ്ജനത്തിലൂടെ ഈ ചർച്ചയിലേക്ക് പോവുക, നിലവിലെ സ്റ്റാറ്റസ് കോയിലടക്കം ഇടപെടുന്നില്ല. പകരം അനുരഞ്ജനത്തിലൂടെ ഇതിൽ പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുക, നാളെ നടക്കുന്ന ചർച്ചയിൽ അവരുടെ പ്രതിനിധികൾ പങ്കെടുക്കുക എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രതിനിധികൾ ആരുമാകാം, മാനേജ്മെൻറ്റ് പക്ഷത്തു നിന്നുള്ളതാകാം, അല്ലെങ്കിൽ അവരുടെ ലീഗൽ അഡ്വൈസറെ ആ സ്ഥാനത്തേക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാം, അവർക്ക് പങ്കെടുക്കാനുള്ള രീതിയിലേക്ക് കൊടുക്കാം എന്നത് മാത്രമാണ് നമുക്ക് ആശാവഹമായി കാണാനാകുന്നത്. പക്ഷേ അതിനിപ്പുറത്തൊരു വശത്തെ പൂർണ്ണമായ നിരാകരണമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ളത്. അവർ യാതൊരു രീതിയിലും ഈ ചർച്ചകളോട് ഒന്നും തന്നെ അടുക്കുന്നതേയില്ല. നിലവിൽ ഈ ചർച്ച എവിടെ നടക്കുന്നു, എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പോലും കമ്പനിയിൽ നിന്ന് അന്വേഷിച്ചിട്ടില്ല ഔദ്യോഗികമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നാളെ നടക്കുന്ന ചർച്ചയിൽ ഒരു പുതിയ രീതിയിലേക്കോ പുതിയ സമവായത്തിലേക്കോ എത്രത്തോളം എത്താൻ കഴിയുമെന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഇതിൽ സർക്കാരിന് ഇടപെടാൻ കഴിയും എന്നതാണ് ഇന്ന് അവിടെ എത്തിയ ഈ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ അടക്കം ചൂണ്ടിക്കാണിച്ചത്. CITU ആണ് അത് ചൂണ്ടിക്കാണിച്ചത്. CITU അവർ പറയുന്നത് ഈ വിഷയത്തിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട്, തൊഴിൽ മന്ത്രി കൂടിയാണ് വിശ്വം കൂട്ടി, അദ്ദേഹം പറയുന്നത് ഈ കാര്യത്തിൽ സർക്കാരിന് കൃത്യമായി ഇടപെടാം. സർക്കാർ തീരുമാനങ്ങൾക്ക് അതിൽ വലിയ സാധ്യതയുണ്ട്. 300ഓളം പേര് മുകളിൽ ഉള്ള ഒരു കമ്പനി, അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല വിജ്ഞാപനത്തിൽ കൃത്യമായി പറയുന്നു 300-ലധികം പേരുള്ള ഒരു കമ്പനി ഈ രീതിയിൽ അടച്ചുപൂട്ടാൻ സാധിക്കുകയില്ല എന്നതാണ് അതിൽ വിവക്ഷിക്കുന്നത്. അപ്പോൾ ആ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്ന് സർക്കാരിനെ ചൂണ്ടിക്കാട്ടാനുള്ള തികഞ്ഞ ഉത്തരവാദിത്വമുണ്ട്. ആ റോൾ സർക്കാർ നിർവഹിക്കണമെന്നാണ് അദ്ദേഹം അടക്കം പറഞ്ഞത്. അതിൽ ഇപ്പോൾ നാളെ നടക്കുന്ന ചർച്ചയിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ, കമ്പനിയുടെ ഉന്നത മാനേജ്മെൻറ്റ് അതിൽ പങ്കെടുത്തില്ല എങ്കിൽ നിരാശയായിരിക്കാം ഒരുപക്ഷെ ആ ചർച്ചയുടെ ഫലം. പോസിറ്റീവ് ആകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, എന്തായാലും ഒരുപാട് ജീവനക്കാരുടെ ഉപാധിയാണ്, തൊഴിലുപാധിയാണ്. അവർ വലിയ പ്രതീക്ഷയിലാണ് നാളെ നടക്കുന്ന യോഗത്തിൽ. ഒപ്പം സർക്കാരിലും അവർ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. നാളെ കൊച്ചിയിൽ വെച്ചാണ് കമ്പനി പ്രതിനിധികളും സർക്കാരുമായിട്ടുള്ള ചർച്ച നടക്കുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ഡാനി പോൾ. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.